ഗൈസ് വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ള നരിവേട്ട മൂവി റിലീസായിരിക്കണം, അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ള പലർക്കും നമസ്കാരം. അപ്പോൾ സ്റ്റോറി ബേസ് നോക്കുമ്പോൾ ഒരു റിയൽ സ്റ്റോറി എടുത്തിട്ടാണ് ഒരു സ്റ്റോറി ആക്കിയിട്ടുള്ളത്. എന്താകും ഏതാകും എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. ഒരു കിടിലൻ ഒരു സ്റ്റോറി തന്നെയാണ് ഇവർ മേക്ക് ചെയ്ത് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. പേഴ്സണലി ഈ ഒരു ടൊവിനോ ആയാലും കരിയർ ബെസ്റ്റ് ഒരു മൂവി തന്നെയാണ് ഈ ഒരു ടൊവിനോൻ്റെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മൂവിയിൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂടുണ്ട്. സുരാജും സൂപ്പറായിട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പ്രശംസികമാണ് എല്ലാവരുടെയും ഇത് എടുത്ത് നോക്കുമ്പോൾ ആക്ടിങ് സൂപ്പറായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ചേരനാണെങ്കിലും ഒരു കിടിലൻ ഒരു ആക്ടിങ് തന്നെയാണ് ഭാഗത്ത് നിന്ന് എടുത്തു വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് നോക്കുമ്പോൾ ഒരു ടൊവിനോ ഒരു വളർന്നു വരുന്ന മറ്റുള്ള കാര്യങ്ങളും അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ നല്ല ഇമോഷണലി കണക്റ്റ് ആകുന്ന ഒരു സ്റ്റോറി ബേസാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് എൻഡ് ആകുമ്പോൾ എല്ലാവരും ഇമോഷണലി കണക്റ്റ് ആകും ഈ മൂവിയിൽ. എന്തായാലും ഒരു കിടിലൻ ഒരു സ്റ്റോറി ബേസ് തന്നെയാണ് ഈ ഒരു മൂവിക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു റിയൽ സ്റ്റോറിയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു കിടിലൻ ഒരു മൂവി തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഒരു തിയേറ്റർ വാച്ചബിൾ തന്നെ പോയി കാണുക. പിന്നെ ഈ ഒരു മൂവി നല്ല കണക്ഷൻ ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഈ ഒരു മൂവിയിൽ നമുക്ക് ഓരോരുത്തരുടെ കഥാപാത്രങ്ങളും എടുത്തു നോക്കുമ്പോൾ എല്ലാവരും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ കിടിലനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. കിസ് അപ്പോൾ കിട്ടിയത് ബൈ ബൈ.